ചേട്ടാ, ഞങ്ങൾ ആരെന്ന് അറിയാമോ? ഞങ്ങളാ ചേട്ടാ, ലതയും ആമിനയും. ചേട്ടാ, ഇങ്ങോട്ട് നോക്കിയേ. ഇല്ല ചേച്ചി, നമ്മളെ നോക്കുന്നേ ഇല്ല, എങ്ങോട്ടോ നോക്കി നിൽപ്പാ. ചേട്ടാ, ഇങ്ങോട്ടൊന്ന് നോക്കിയേ. ഞങ്ങൾ ആരെന്ന് മനസ്സിലായോ? അതെ ആമിന, നമ്മൾ ആരെന്ന് ഇയാൾക്ക് മനസ്സിലായില്ലെന്നാ തോന്നുന്നത്. അതെ ലതേച്ചി, എന്ത് പറ്റിയതാവോ, നമ്മളെ അറിയില്ലെന്നാ തോന്നുന്നേ. അതൊന്നുമില്ല ആമിന, നിങ്ങളെ മനസ്സിലായിട്ടുണ്ടാവും, പക്ഷെ സംസാരിക്കുന്നില്ല എന്ന് മാത്രം. അപ്പൊ പിന്നെ എന്താ പറ്റിയിട്ടുണ്ടാവുക? അതെങ്ങനെ അറിയാനാ? ഒന്ന് വായ തുറന്ന് സംസാരിച്ചാലല്ലേ എന്തേലും അറിയാൻ പറ്റുള്ളൂ. അപ്പൊ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചോ? എവിടുന്ന്, ഇന്നലെ രാത്രി ഒന്ന് വിറക് തുറക്കാൻ വേണ്ടിയിട്ട് കാട്ടിലോട്ട് പോയതാ. അവിടുന്ന് വന്നേ പിന്നെ ഇങ്ങനെയാ, അവിടുന്ന് വന്നത് മുതൽ തുടങ്ങിയതാ ഇതേ ഇരുത്തം. അപ്പൊ നീ ഡോക്ടറെ വിളിച്ചോ? ആ, ഡോക്ടറെ വിളിച്ചായിരുന്നു. അദ്ദേഹം ഇപ്പൊ 9:30 മണിയാകുമ്പോ വരാന്നാ പറഞ്ഞത്. ഇപ്പൊ തന്നെ എത്തുമായിരിക്കും. ലക്ഷ്മി ചേച്ചി, കുമാരേട്ടൻ എന്താ പറ്റിയേ? എന്തു പറയാനാ മോനെ, ഇതേപോലെ ഒരു ഇരുത്തം ഇരുന്നതാ. പിന്നെ അവിടെ നിന്ന് എണീച്ചിട്ട് പോലില്ല. എന്താ പറ്റിയെന്ന് തമ്പുരാൻ അറിയാം. ഡോക്ടർ ഒന്ന് പെട്ടെന്ന് നോക്കിയേ, അങ്ങേർക്ക് ഇത് എന്ത് പറ്റിയതാ? നിങ്ങൾ സംസാരിച്ചാല് ഇങ്ങോട്ടൊന്നും സംസാരിക്കുന്നില്ലേ? എവിടെന്നാ ഡോക്ടറെ, ഒന്നും സംസാരിക്കുന്നില്ലതാ, ഇതുപോലെ അങ്ങ് ഇരുന്നതാ. എണീറ്റിട്ട് പോലും ഇല്ല അവിടെ നിന്ന്. രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചതാണോ? ഇല്ല ഡോക്ടറെ, ഒന്നും കഴിച്ചില്ല. ഡോക്ടർ ഒന്ന് പെട്ടെന്ന് നോക്കിയേ, അങ്ങേക്ക് ഇതെന്ത് പറ്റിയതാവും. എനിക്ക് വല്ലാതെ പേടിയാവുന്നു. ഹേയ്, ചേച്ചി പേടിക്കൊന്നും വേണ്ട. ഇതിപ്പം ഞാൻ നോക്കിയിട്ട് പറയാം എന്താ സംഭവിച്ചതെന്ന്. ഞാനൊന്ന് നോക്കട്ടെ. കുമാരേട്ടോ, കുമാരേട്ടോ. എന്താ ഡോക്ടറെ, വല്ല പ്രശ്നവും കാണുന്നുണ്ടോ? കാണുമ്പം എല്ലാം ശരിയായിട്ട് തന്നെയാണുള്ളത്. പിന്നെ എന്ത് പറ്റിയതോ ആവോ. എല്ലാം നോർമലാ കാണുമ്പം എല്ലാം നേരെ ഉണ്ട്, ഒരു പ്രശ്നവും കാണുന്നില്ല. അപ്പൊ പിന്നെന്താ ഡോക്ടറെ നമ്മളോട് അവരൊന്നും സംസാരിക്കാത്തത്? ഇനിയിപ്പം വല്ലതും കണ്ട് പേടിച്ചതാവാനാ സാധ്യത. എന്തെങ്കിലും കണ്ട് പേടിച്ചായിരുന്നോ? എന്ത് കണ്ട് പേടിക്കാനോ ഡോക്ടറെ? ഇങ്ങനെ ഒരു പാമ്പിനെ പോലും പേടിക്കാത്ത മനുഷ്യനാ. അല്ല, കണ്ണിങ്ങനെ വൈഡായിട്ട് തുറന്നിരിക്കുന്നത് കാണുമ്പോഴേ എന്തോ കണ്ട് പേടിച്ചത് പോലെയാ ഉള്ളത്. അപ്പൊ പിന്നെ എന്ത് സംഭവിച്ചതാ? കാണുമ്പോൾ എന്തോ കണ്ട് പേടിച്ചത് പോലെ ഇരിക്കുന്നുണ്ട്. പിന്നെ ബാക്കി ഒരു പ്രശ്നവും കാണുന്നില്ല. ഹെൽത്തൊക്കെ നല്ല നോർമലായിട്ട് തന്നെയാ ഉള്ളത്. ഇല്ല ഡോക്ടറെ, അങ്ങനെ പേടിക്കാനൊന്നുമില്ല. അങ്ങനെ ഒന്നിനെ കണ്ടും പേടിക്കാത്ത മനുഷ്യനാ. ഡോക്ടറെ, വല്ല ഗുളികയും എഴുതി തന്നാ മതി, നിങ്ങൾ അത് കൊടുക്കാം. അത് കൊടുത്താല് ശരിയാവോ ഡോക്ടറെ? ഗുളികൊന്നും വേണ്ട. കാണുമ്പോൾ തന്നെ അറിയാലോ, നല്ല ഹെൽത്തി ആയിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നുള്ളത്. അപ്പോ ഗുളിക ഒന്നും വേണ്ട. ഇനിയിപ്പോ 1-2 ദിവസത്തിൽ ഇത് ശരിയാവും. ഇനി അഥവാ 1-2 ദിവസത്തിൽ ശരിയായില്ലെങ്കിലേ നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാൽ മതി. നമുക്ക് ഫുള്ള് ബോഡി ഒന്ന് ചെക്കപ്പ് ആക്കാം. ആ, ശരി ഡോക്ടറെ. ശരി എന്നാ ഞാൻ പോവാണേ. ലക്ഷ്മി, നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട കേട്ടോ. 2-3 ദിവസത്തിനുള്ളിൽ ശരിയാവുന്നില്ല ഡോക്ടർ പറഞ്ഞത്. അപ്പൊ നീ ഒന്നും പേടിക്കൊന്നും വേണ്ട. 2-3 ദിവസത്തില് എല്ലാം ശരിയായിക്കോളും. ചേട്ടാ, ഞങ്ങൾ പോവാണ് കേട്ടോ. ലക്ഷ്മി, ഞങ്ങൾ പോകുന്നു, നീ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട കേട്ടോ. അയ്യോ, എന്ത് അങ്കിൾ ഇപ്പോഴും വീട്ടിൽ തന്നെയുള്ളതാ? അങ്കിളെ, അങ്കിളെ, പാത്തു, എനിക്ക് ഈ അങ്കിളിനെ കാണുമ്പോൾ തന്നെ പേടിയാവുന്നു. നമുക്ക് വീട്ടിലോട്ട് തന്നെ പോവാം. ഏടി പാങ്കിളി, ഇജ്ജ് ആ അങ്കിളിനൊന്ന് നോക്കിയേ. നമ്മളെ ഇവിടെ വന്നതൊന്നും അങ്കിൾക്ക് അറിഞ്ഞിട്ടില്ല. അങ്കിളെ, ഞങ്ങൾ ആരെന്ന് മനസ്സിലായോ? ഇന്നലെ രാത്രി ആ കാട്ടില് ഒരു വലിയ കൈ വന്നിട്ടേ അങ്കിൾ കണ്ടായിരുന്നോ? ഏട്ടാ, നിങ്ങൾക്ക് ഞാൻ ആരെന്ന് മനസ്സിലായോ? ഏട്ടാ, എന്തെങ്കിലും ഒന്ന് സംസാരിച്ചേട്ടാ. ഇങ്ങനെ പേടിച്ച് നോക്കാതെ എന്തെങ്കിലും ഒന്ന് സംസാരിക്കേ. ഇത്രയും സമയം വായ മൂടിയിട്ടെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പൊ നോക്കിയേ, വായം തുറന്നു വെച്ചിരിക്കുന്നു. ഇനിയിപ്പോ ഇതിലോട്ട് അല്ല ഈച്ചയും പോവായിരിക്കും. ആ വായ ഒന്ന് മൂടി വെക്ക മനുഷ്യ. ആ വായിലോട്ടെ അല്ല ഈച്ചയോ മറ്റു പോവും. എവിടെന്ന് ആര് കേൾക്കാൻ? ചേട്ടാ, എടി, ഈ ചെന്ത് പണിയായി കാണിച്ചു വെച്ചേക്കുന്നേ. എന്ത് പണി? ഞാൻ നേരെ ആംഗ്ലനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചതല്ലേ. ഓ, എന്റെ ഒരു ഒൽക്കമേറെ ചോദ്യം. എന്നാ ഞാൻ പോന്നു, ബൈ. എങ്ങോട്ടേക്ക് പോവാടി? വീട്ടിലേക്ക്, അല്ലാണ്ട് വേറെ എവിടേക്ക്? പ്ലീസ് നീ പോവണ്ടാടി. പിന്നെ പോവാണ്ട് വേറെന്താ ചെയ്യാ? നമുക്ക് ആ കാട്ടിലോട്ട് പോവാം. അവിടെ പോയി ആ വലിയ കൈ അതെന്തോന്ന് നോക്കിയിട്ട് വരാം. വാ. എനിക്കെന്താ വട്ടായിക്കണോ? പ്ലീസ് നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാടി. ഓ പിന്നെ, അന്നെ വിശ്വസിച്ചിട്ട് ഞാൻ എങ്ങോട്ടേക്കും ഇല്ല. ഞാൻ പോന്നു. ഞാൻ നിന്റെ ഒപ്പം എവിടേക്കും വരുന്നില്ല. നീ പോണെങ്കിൽ പോയിക്കോ. ഞാനേ
മാഡം ഇപ്പൊ എങ്ങനെയുണ്ട്? എന്ത് പറയാനാ ഡോക്ടറെ, ഇതുവരെ വായ പൂട്ടിയിട്ടെങ്കിലും ഉണ്ടായിരുന്നു, ഇപ്പൊ നോക്കിയേ ഇങ്ങനെ തുറന്നു വെച്ചേക്കുന്നു. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചേക്കുന്നത്? നമ്മൾ എത്ര സംസാരിച്ചിട്ടും ഇങ്ങനെ വായൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. മാഡം നിങ്ങളെ ഇപ്പോ വൈകുന്നേരം തന്നെ അങ്ങേരെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്തോട്ടോ. ആ ശരി ഡോക്ടറെ.